റോന്ത് സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ 5,46 ലക്ഷമാണ്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ 16 ദിവസത്തെ കേരള കളക്ഷൻ 5,04 ലക്ഷമാണ്. F1 ഹോളിവുഡ് മൂവിയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 1,24 ലക്ഷമാണ്. കണ്ണപ്പ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 55 ലക്ഷമാണ്. കേരളത്തിൽ ഡിസാസ്റ്റർ ലെവൽ കളക്ഷനാണ് കണ്ണപ്പ സിനിമയ്ക്ക് ലഭിക്കുന്നത്. പവൻ കല്യാണിൻ്റെ പുതിയ ചിത്രമായ ഹരിഹര വീരമല്ലു എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന 3-ാം തീയതി രാവിലെ 11:10 റിലീസ് ചെയ്യും. സിനിമ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫാറർ ഫിലിംസ് ആണ്. ജൂലൈ 24-നാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത്. രശ്മിക മന്ദാനയുടെ പാനേജൻ ചിത്രം മൈസ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 5 ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ആടത്തിരി സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ജൂലൈ 4-നാണ് ആരംഭിക്കുന്നത്. പാലക്കാടായിരിക്കും ലൊക്കേഷൻ. ഹോംബാല ഫിലിംസ് അവരുടെ ആനിമേഷൻ സിനിമകളുടെ യൂണിവേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു യൂണിവേഴ്സിലെ ആദ്യത്തെ ചിത്രം മഹാവതാർ നരസിംഹയാണ്. അതിനുശേഷം മഹാവതാർ, പരശുരാം തുടങ്ങിയ 7 സിനിമകളാണ് ഹോംബാല ഫിലിംസിൻ്റെ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ ആനിമേഷൻ സിനിമകൾ അങ്ങനെ സക്സസ് ആവാറില്ല. എന്തായാലും ഹോംബാല ഫിലിംസിൻ്റെ ഈ ഒരു യൂണിവേഴ്സ് സക്സസ് ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വലിയ താരങ്ങളുടെ വോയിസ് ഓവറൊക്കെ ഈ ഒരു സിനിമകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. DQ സൗബിൻ ഷായർ സിനിമയുടെ ഷൂട്ടിംഗ് 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സിനിമയ്ക്ക് 100 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഈ വർഷം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ തുടങ്ങും. ദുബായ്, ഫോർട്ട് കൊച്ചി, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷനുകൾ. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.